നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മകയിരം നക്ഷത്ര ജാതകരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് തൊഴിൽ ലഭിക്കുകയും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുകയും ഉന്നതരുടെ സഹായം ലഭിക്കുകയും വിവാഹകാര്യങ്ങളിൽ തീരുമാനം എടുക്കുകയും കേസുകൾ നീട്ടിവെക്കുകയും ശത്രുശല്യം വർദ്ധിക്കുകയും ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ലഭിക്കുകയും മാതാവിൻ്റെ സ്വത്ത് കൈവശം വന്നുചേരുകയും പുതിയ ഗൃഹനിർമ്മാണത്തിനായി ലോണുകൾ ലഭിക്കുകയും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും ഫലമാകുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ വ്യാപാര സ്ഥാപനം അടച്ചുപൂട്ടേണ്ട അവസ്ഥയുണ്ടാകുകയും വരുമാനവും ചിലവും വർദ്ധിക്കുകയും ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുകയും പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും കൃഷി, വ്യാപാരം എന്നിവയിൽ നിന്നും ആദായം ലഭിക്കുകയും പണത്തിനായി സമീപിക്കുന്നവർ സഹായിക്കുകയും ഗൃഹനിർമ്മാണം പുരോഗമിക്കുകയും വാഹനങ്ങൾക്ക് പണം ചിലവാക്കുകയും വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കുകയും ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെടുകയും കലാപരമായ പ്രവൃത്തികൾക്ക് കൂടുതൽ താൽപ്പര്യം കാണിക്കുകയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമുണ്ടാകുകയും വിദേശത്ത് ജോലി ശ്രമിക്കുന്നവർക്ക് ശ്രമം ഫലം കാണുകയും പൊതുപ്രവർത്തകർക്ക് നല്ല സമയവുമാകുന്നു. ശത്രുശല്യം വർദ്ധിക്കും, സന്താന സൗഖ്യം കുറയും. പരിഹാരമായി നവഗ്രഹ അർച്ചന നടത്തുന്നതും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സന്താനങ്ങളെ ഓർത്ത് അഭിമാനിക്കുകയും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയുണ്ടാകുകയും നഷ്ടപ്പെട്ട രേഖകൾ തിരികെ ലഭിക്കുകയും വിനോദയാത്രകളിൽ പങ്കെടുക്കുകയും ബന്ധുജനങ്ങളുടെ വിയോഗത്തിൽ മനോവിഷമം അനുഭവിക്കുകയും വ്യാപാരികൾക്ക് അത്ര നല്ല സമയവുമല്ല. ജോലിയിൽ പ്രമോഷന് സാധ്യത, ദൂരയാത്രകൾ വേണ്ടിവരും. ചില വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോകുവാൻ സാധ്യതയേറുന്നു. ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകുകയും ഉദ്യോഗാർത്ഥികൾക്ക് ശ്രമം ഫലം കാണുകയും സർക്കാർ കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കി കിട്ടുകയും പ്രണയബന്ധത്തിന് വിള്ളൽ വീഴുവാൻ സാധ്യതയും ഉണ്ടാകുന്നു. പരിഹാരമായി വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. പക മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനാൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും വരുമാനത്തേക്കാൾ ചിലവ് വർദ്ധിക്കുകയും ജോലിസ്ഥലത്ത് ചില്ലറ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വിവാഹകാര്യങ്ങളിൽ തീരുമാനം വൈകുകയും പണത്തിന് ഞെരുക്കം അനുഭവപ്പെടുകയും ഭൂമി വിൽക്കുവാനായി ശ്രമിക്കുകയും ദൂരയാത്രകൾ നടത്തേണ്ടതായി വരികയും കർഷകർക്ക് ആദായം വർദ്ധിക്കുകയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയുകയും ഫലമാകുന്നു. പരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് ജലധാര നടത്തുന്നതും ഉത്തമമാകുന്നു.